ഹലോ എവരി വൺ വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലസുനി മെത്തി ദാലിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോർമൽ റൈസോ അല്ലെങ്കിൽ ജീര റൈസിന് കൂടെ ആണെങ്കിലും അടിപൊളിയായിട്ടോ അത് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷേ നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം ഞാനാണെങ്കിൽ തുവരപ്പരിപ്പും മസൂർ ദാലും രണ്ടും കൂടെ അരമണിക്കൂറത്തേക്ക് ഞാനാണെങ്കിൽ സോക്ക് ചെയ്ത് കഴുകിയതിന് ശേഷം വേണം സോക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. രണ്ടും കാൽ കപ്പ് വീതം അരക്കപ്പ് ടോട്ടൽ അങ്ങനെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനി ഒരു പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് അടച്ചൊരു 3 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ നിങ്ങളാണെങ്കിൽ അരമണിക്കൂറത്തേക്ക് സോക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ 3 വിസിലും കൊണ്ട് കേക്ക് റെഡിയാവും കേട്ടോ. ദാൽ നമ്മുടെ അഥവാ നിങ്ങൾ സോക്ക് ചെയ്യുന്നില്ല നേരെ വെക്കുവാണെങ്കിൽ ഒരു 2-3 വിസിൽ ആദ്യം വെടിപ്പിക്കുക. അതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റത്തേക്ക് ചെയ്താൽ മതി. അപ്പോഴേ നമ്മുടെ ഇത് കണക്ക് പരിപ്പ് വെന്ത് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം തവിയും കൊണ്ട്. അതിന് ശേഷം നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കാം. കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ചെറിയ ജീരകം അതും കൂടി ഇട്ട് കൊടുക്കണം. അത് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ നമുക്ക് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി നന്നായിട്ട് സോത്തെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ ഒരു 15 തൊട്ട് 20 അല്ലി വെളുത്തുള്ളി ഞാനാണെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുന്നു. അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് അതിന് മുന്നേ 2-3 വറ്റൽ മുളകും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോത്തയായി കഴിയുമ്പോൾ നമുക്ക് ഗാർലിക് ഇതുപോലെ ചതച്ചത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 15-20 എണ്ണ ആഡ് ചെയ്ത് കൊടുക്കണേ. എണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കണം. ആദ്യം നമുക്ക് ഗാർലിക് വേണം സോത്ത് ചെയ്യാൻ. അപ്പോഴേ നല്ലൊരു അടിപൊളി ഫ്ലേവർ മുന്നിൽ നിൽക്കത്തേ ഉള്ളൂ ഗാർലിക്കിൻ്റെ. അപ്പോൾ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്രൗണിഷ് കളറായി കഴിയുമ്പോൾ ഒരു സവാള പൊടിയായി അരിഞ്ഞതും ഒരു 5-6 പച്ചമുളകും ചെറുതായി അരിഞ്ഞും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മക്കൾ അധികം എരിവ് കഴിക്കുന്നില്ലെങ്കിൽ പച്ചമുളക് സ്കിപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് പരിപ്പിനകത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചെറുതായിട്ടൊന്ന് സവാളയൊക്കെ പെട്ടെന്ന് തക്കാളി സവാളയൊക്കെ ഇടുമ്പോൾ വഴണ്ട് കിട്ടാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനിയാണെങ്കിൽ സവാള നമ്മുടെ ഇതുപോലെ ഒന്ന് ബ്രൗണിഷ് കളറായി വരുന്നവരെ നമുക്ക് നന്നായിട്ട് സോത്തെ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിന് ശേഷം അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം. തക്കാളിയാണെങ്കിൽ നമ്മൾ എപ്പോഴും അടച്ച് വേവിച്ചെടുക്കാവുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് തന്നെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് 5 മിനിറ്റത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തവിയും കൂടെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് പെട്ടെന്ന് തന്നെ മേശായി കിട്ടും. അപ്പോൾ ആണെങ്കിൽ ഇതിന് നേരം കൊണ്ട് ഞാനാണെങ്കിൽ ഉലുവയില 1 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴുകിയതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ വേണേ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിന് മുന്നേ കുറച്ച് മസാല നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഞാനാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് സോത്തെ ചെയ്ത് കൊടുക്കാം. മക്കൾ എരിവ് കഴിക്കുന്നില്ലെങ്കിൽ നമ്മൾ കശ്മീരി റെഡ് ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ അധികം എരിവ് കാണത്തില്ല. അപ്പോൾ അതാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് കാരണം കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നന്നായിട്ട് മസാലയൊക്കെ മൂത്ത് കഴിയുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് കഴിയുമ്പം ഉലുവയില ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഉലുവയില പെട്ടെന്ന് തന്നെ സോത്തയായി കിട്ടും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ അത് ഇതുപോലെ ഒന്ന് ചെറുതായി നന്നായിട്ടും സോത്തയായി കഴിയുമ്പം നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചേക്കുന്നില്ല, അത് നമുക്ക് അകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കാണെങ്കിൽ ആ പരിപ്പ് വേവിച്ച് വെച്ചേക്കുന്നത് അതും കൂടെ അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്താണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ. പച്ചവെള്ളം എടുത്ത് ഒഴിച്ച് കൊടുക്കുക. ആ കുക്കറിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം പിന്നെയും ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടായി കഴിയുമ്പോൾ ആ വെള്ളം ഞാനകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ ഇതിന് വേണ്ടി നല്ലൊരു അടിപൊളി തടുക്ക നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റി, കാണാനും നല്ലൊരു അടിപൊളി ലുക്ക് കിട്ടാൻ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ ഒന്ന് തിളയ്ക്കട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ടും ചെയ്യാൻ മറന്നു പോലും. അപ്പോൾ ഒരു തടക്കാപ്പേൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പം ഒരു 5 അല്ലി വെളുത്തുള്ളി പിന്നെ ഞാൻ ചതച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒരു ബ്രൗണിഷ് കളറായി കഴിയുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. 1 ടീസ്പൂൺ നമുക്ക് കശ്മീരി റെഡ് ചില്ലി പൗഡറും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈ തടക്കാനകത്തോട്ട് ഒഴിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ലസുനി മെത്തി ദാൽ നമുക്ക് റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കും. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.